ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ. ഐ എം ഗോയിങ് ടു ഒരു പട്ടാമ്പിയിൽ കുട്ടനാട് ഒരു മനയുണ്ട്, അവിടേക്ക് പോയി പിക്കപ്പിന് പോവാണ്. എൻ്റെ ഗസ്റ്റ് വന്നിട്ട് അബുദാബി ഗസ്റ്റാണ്. അപ്പോൾ ഞാൻ ഇന്ന് പറയാൻ വന്നത് എന്താ അറിയോ, എല്ലാവരും പറയും സമാധാനവും ഇല്ല, ലൈഫിൽ സമാധാനവും ഇല്ല. ഒന്ന് ചിന്തിച്ച് നോക്കിക്കൂടെ, ഈ സമാധാനം നമ്മുടെ കൈ തന്നെയുണ്ട്. നമ്മുടെ കൈ തന്നെ ഉണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഉദ്ദേശിക്കുക എന്താണ് പറയുന്നത്? ഒന്ന് നമ്മൾ സോറി പറയുന്നവിടെ ഒന്ന് സോറി പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ പ്രശ്നമാവും. ഒരു സ്പേസ് ഒന്ന് വിട്ടുകൊടുത്താൽ മതി. നമ്മൾ സോറി പറയുന്നതുകൊണ്ട് അവർക്ക് സന്തോഷം കിട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ സ്പേസ് ഒന്ന് അവർക്ക് വിട്ടുകൊടുക്കുക. ഓക്കെ, അറിയാണ്ട് ചെയ്തു സോറി എന്ന് പറഞ്ഞാൽ എത്ര ഹാപ്പി ആയിരിക്കും അറിയോ. ഇത് മനസ്സിൽ സോറി പറയാണ്ട് അവനെ കാണുമ്പോഴുള്ള ദേഷ്യവും അഹങ്കാരവും, അവനെ കാണുമ്പോൾ എങ്ങനെയാണ് നമ്മൾ അവനെ പഴിക്ക് പഴി വാങ്ങേണ്ടത് എന്ന് ചിന്തിക്കാനുള്ള ഗ്യാപ്പ് നമ്മൾ കൊടുക്കരുത്. നമ്മൾ സോറി പറയുന്നതോട് ചിലപ്പോൾ തെറ്റ് അവിടെ ഭാഗത്ത് തന്നെ ആയിരിക്കാം. നമ്മളൊരു കൂടുതൽ പ്രശ്നത്തിന് പോവാണ്ട് നമ്മൾ ഒരു സോറി പറഞ്ഞതുകൊണ്ട് നമ്മുടെ ലൈഫിൽ ഒന്നും മിസ്സാകില്ല. നിങ്ങൾ ഒരു മിനിറ്റ് ജൂബിലി മിഷൻ ഒന്നും വേണ്ട. നമ്മുടെ ജില്ലാ ഹോസ്പിറ്റലിൽ പോയിട്ട് ഒരു ക്യാൻസർ പേഷ്യൻസിന്റെ ഒരു വാർഡിൽ പോയി നിന്നാൽ മതി. നമ്മൾക്ക് തോന്നും നമ്മുടെ ലൈഫ് ഇത്രയേ ഉള്ളൂ. ഒരു പേഷ്യൻസ് കരയുന്ന കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ ലൈഫിൽ നമ്മളൊന്നും നിറയെ നമുക്ക് എന്ത് വേണേ ഉണ്ടാക്കാം. പക്ഷെ ഭഗവാൻ തരുന്ന ചില അസുഖങ്ങൾ തന്നു കഴിഞ്ഞാൽ നമുക്ക് എന്താണ് ലൈഫിൽ ഇനി വേണ്ടത്? നമ്മൾ എത്രയോ തെറ്റുകൾ ചെയ്തിട്ടുണ്ട്. നമ്മൾ സോറി പറയുന്നതോട് ഒന്ന് സോറി പറഞ്ഞായിരുന്നു എന്ന് ആ ഒരു ടൈമിൽ നമ്മൾ ചിന്തിച്ചു പോകും. ബൈ ദ വേ, ഞാൻ പറയാൻ വന്നത് പോയിന്റിലേക്ക് കിടക്കാം. നമ്മുടെ കയ്യിൽ തന്നെ ഇല്ല നമ്മുടെ സമാധാനം. ഓക്കെ, നമ്മള് സമാധാനത്തിന് വേണ്ടിയിട്ട് കുറെ ട്രാവലിങ്, കുറെ ഒന്നും ആവശ്യമില്ല. ലൈഫില് ജേർണിയിൽ നമുക്ക് എല്ലാം വേണം. സോറി പറയുന്നവിടെ സോറി തന്നെ പറയും. ഇപ്പൊ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തോളൂ. ഒന്ന് മാറ്റി പിടിക്കുക. തെറ്റുകൾ ആരുടെ ഭാഗത്ത് ആയിക്കോട്ടെ, നമ്മളെ കൊണ്ട് ഒരു സമാധാനം കിട്ടുകയാണെങ്കിൽ അത് തീർച്ചയായിട്ടും അവിടെ സോറി പറയണം. ഓക്കെ, നമ്മൾ വാശിയും വൈരവും ഒക്കെ മാറ്റിവെച്ച് നമ്മുടെ ഉള്ള ലൈഫ് നമുക്ക് കുറച്ച് കാലമേ ഉള്ളൂ. ഓക്കെ, നമ്മൾ സോറി പറയാണ്ടിരുന്ന അവനെ പോലെ നമ്മളും ആയിക്കഴിഞ്ഞാൽ നമുക്ക് എന്താ വ്യത്യാസം? ഒരു വ്യത്യാസമില്ല. സെയിം റൂട്ടിൽ കൂടെ വാഹനം ഓട്ടുന്നു, അത്രയേ ഉള്ളൂ. ഓക്കെ, താങ്ക് യു. നിങ്ങളുടെ സ്വന്തം സിന്ധു ട്രാവൽസ് ബാബു.